Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin ala ali Muhammad. ഇനി നമുക്ക് സൂറത്തുൽ അംഫാലിലെ 27-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. يا أيها الذين آمنوا അല്ലയോ വിശ്വസിച്ചവരെ, ലാ തഖൂനുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്, റസൂലിനെയും അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വതഖൂനു അമാനാത്തിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോടും വഞ്ചന കാണിക്കരുത്. വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. ഒന്നുകൂടെ അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ, അലയോ സത്യവിശ്വാസികളെ, ലാ തഖൂനു, നിങ്ങൾ വഞ്ചിക്കരുത്, അല്ലെങ്കിൽ വിശ്വാസവഞ്ചന ചെയ്യരുത്. അള്ളാഹുവിനോടും റസൂല, ദൂതനോടും, അഥവാ അള്ളാഹുവിൻ്റെ ദൂതനോടും. വതഖൂനു അമാനാത്തിക്കും, വതഖൂനു, നിങ്ങൾ വഞ്ചിക്കരുത്. ലാ തഖൂനു എന്ന് പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ട് വേണം ഇവിടെ മനസ്സിലാക്കാൻ. വതഖൂനു അതായത് ചേർത്ത് പറയണം, അതിനാണ് വാവ് വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പത്തെ അതിനോട് ചേരേണ്ടതിനോട് ചേർക്കണം. അതാണ് വലാ തഖൂനു എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വതഖൂനു അമാനാത്തിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോട് വഞ്ചന ചെയ്യരുത്. വ അൻതും തഅലമൂൻ, നിങ്ങളാവട്ടെ അറിയുന്നവരാകുന്നു. അർത്ഥം വളരെ സ്പഷ്ടമാണ്. അല്പം ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പേ അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശി പ്രമാണി, നമുക്കറിയാം, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, സഹാബിയായി തീർന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിനും അദ്ദേഹം നടത്തുന്ന യുദ്ധത്തിലുമൊക്കെ വലിയ പങ്ക് അദ്ദേഹം പിന്നീട് നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ തഫ്സീർ ഇബ്നു ജരീർ തൊബരി ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഖുറൈശി പ്രമാണി, അദ്ദേഹവും സംഘവും മക്കയിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം പുറപ്പെടുമ്പോൾ, കച്ചവട വസ്തുക്കളുമായി പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയും അദ്ദേഹം തൻ്റെ കൂട്ടുകാരോട് പറയുകയും ചെയ്തു, അബൂ സുഫിയാനും സംഘവും പുറപ്പെട്ടിട്ടുണ്ട്, അവരുടെ പക്കൽ അവരുടെ കച്ചവട സാധനങ്ങളുണ്ട്, അവർ വരുന്ന വഴി ഇതൊക്കെയായിരിക്കും. അപ്പം നമുക്ക് അവരെ തടയണം. ഈ വിവരം നിങ്ങൾ ആരോടും പറയരുത് എന്നും കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കപടവിശ്വാസികളിൽപ്പെട്ട ഒരാൾ ഈ വിവരം അബൂ സുഫിയാനെ സ്വകാര്യമായി അറിയിച്ചു. മുഹമ്മദ് ഇതാ നിങ്ങളെ തേടി പുറപ്പെടുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതാണ് അതിൻ്റെ പൊരുൾ. ആരെന്ത് സ്വകാര്യം എങ്ങനെ എവിടെ വെച്ച് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ അല്ലാഹ് വിശ്വാസികളെ വിളിച്ച് പറയണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ചതി ഉണ്ടായിക്കൂടാ. ലാ തഖൂനുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാണ്. അതാണ് അതിൻ്റെ പൊരുൾ, അള്ളാഹുവിനെ വഞ്ചിക്കരുത്. ഇവിടെ ഒരു വഞ്ചന. അങ്ങനെ ഇസ്ലാമിക നേതൃത്വത്തെ വഞ്ചിക്കുന്നവർ യഥാർത്ഥത്തിൽ കപടവിശ്വാസികളാണ്. ഇതാണ് ഈ ആയത്ത് ഇവിടെ
പറയുന്നതിൻ്റെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഇതാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹു തആല എത്ര പ്രാവശ്യമാണ് ഈ സൂറത്തിൽ അല്ലാഹു തആല ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ 24-ാമത്തെ ആയത്തിൽ, 20-ാമത്തെ ആയത്തിൽ, 15-ാമത്തെ ആയത്തിൽ, ഇവിടെയൊക്കെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു തആല നമ്മളെ കാര്യങ്ങൾ ഉണർത്തുന്നത്. ആ വിളിയുടെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പല പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര ആയത്തിൽ വന്നു എന്നിപ്പോൾ നമ്മൾ തുടക്കം മുതലൊന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ 27-ാമത്തെ ആയത്തിൽ, നേരത്തെ 24-ാമത്തെ ആയത്തിൽ, 20-ാമത്തെ ആയത്തിൽ, 15-ാമത്തെ ആയത്തിലൊക്കെ യാ അയ്യുഹല്ലദീന ആമനൂ. ആ വിളി തന്നെയും ഒരു കൗതുകം ഉളവാക്കുന്നതാണ്, വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത്. വറസൂല, അവൻ്റെ ദൂതനെയും വഞ്ചിക്കാൻ പാടില്ല. ഖിയാനത്ത്, ഖാന യഖൂനു, ഖിയാനത്ത് അതിനുണ്ടായതാണല്ലോ ആ തഖൂനു എന്നുള്ള വാക്ക്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസില്ലേ, വളരെ ചെറുത് എന്നാൽ ഏറ്റവും പ്രസക്തമായ ഒരു ഹദീസില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയത്തുൽ മുനാഫിഖ് സലാസത്തു, കപടൻ്റെ ലക്ഷണങ്ങൾ 3 ഇതാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ നുണ പറയുക, വൈദ വഅദ അഖ്ലഫ, കരാർ ചെയ്താൽ അത് ലംഘിക്കുക, വൈദ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. കണ്ടോ, വിശ്വസിച്ചാൽ ചതിക്കുക. ഖാന അതിനാണ് അതിനുണ്ടായ വാക്കന്നെ ഖാന യഖൂനു, ഖിയാനത്ത്. ലാ തഖൂനുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് വഞ്ചന കാണിക്കരുത്. വറസൂല, അവൻ്റെ ദൂതനോടും. വതഖൂനു അമാനാത്തിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയും വഞ്ചിക്കരുത്. വഅൻതും തഅലമൂൻ, വഅൻതും നിങ്ങൾ തഅലമൂന, അറിയുന്നവരാകുന്നു. ഇപ്പം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ കൽപ്പനകൾ ലംഘിക്കുക എന്ന് പറയുന്നത് അവരോട് കാണിക്കുന്ന വഞ്ചനയാണ്. നമ്മൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നതിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കുന്നതിലൂടെ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ഞാൻ എൻ്റെ നിയമദാതാക്കളായി എന്നെ നിയന്ത്രിക്കുന്നവരായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു അവൻ്റെ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിക്കുക എന്നാണ്. ആണല്ലോ അള്ളാഹുവിനെ അനുസരിക്കുക. പിന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക, അവരുടെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുക. അഥവാ ലംഘിക്കുകയാണെങ്കിൽ അതൊക്കെ അവരെ വഞ്ചിക്കലാണ്. അത് അല്പം ഉപായവും കുതന്ത്രവും രഹസ്യ സ്വഭാവത്തിലുള്ളതും അങ്ങനെ ഉണ്ടല്ലോ. ഉപായത്തിൽ, കുതന്ത്രത്തിൽ, രഹസ്യ സ്വഭാവത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഞ്ചിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ കടുത്ത വഞ്ചനയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലാഹു തആല നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിനെ വഞ്ചിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത്. വറസൂല, അവൻ്റെ ദൂതനെയും വഞ്ചിക്കരുത്. വാക്കർത്ഥപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അവൻ്റെ ദൂതനെയും വഞ്ചിക്കരുത്. വതഖൂനു അമാനാത്തിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ വഞ്ചന ചെയ്യാൻ പാടില്ല. വതഖൂനു, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ലാ തഖൂനു എന്നുള്ളതിലേക്ക് ചേർത്ത് വേണം മനസ്സിലാക്കാൻ. അമാനത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അമാനാത്ത്. ഉത്തരവാദിത്തങ്ങൾ എന്നും വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. വതഖൂനു അമാനാത്തിക്കും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. വിശ്വസിച്ചേൽപ്പിച്ച വിശ്വാസവഞ്ചന പത്രത്തിൽ നമ്മൾ സാധാരണ വായിക്കാറില്ല. വിശ്വാസവഞ്ചനക്ക് കേസ്. പണ്ട് കാലത്തും
വിശ്വസിച്ച് പല കാര്യങ്ങളും നമ്മൾ ആളുകളെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ പലരുടെ പല വീടുകളും ഭദ്രതയില്ലാത്ത, കെട്ടുറപ്പില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത വീടുകൾ. ആ വീട് വിട്ട് വല്ലയിടത്തേക്കും ഇരുന്ന് പോവുകയോ വല്ല ആവശ്യത്തിനും പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അല്പം ഒരു വില കൂടിയ സാധനങ്ങളൊക്കെ അയൽ വീട്ടിൽ ഏൽപ്പിച്ച് പോകുക. അവിടെ ആളുണ്ടാവുമല്ലോ, ഇവിടെ ഈ വീട്ടിൽ ആളില്ല, അതുകൊണ്ടാണ്. അത് ചിലപ്പോൾ സ്വർണ്ണമാകും, ചിലപ്പോൾ ഇത്തിരി പൈസയായിരിക്കും, ചിലപ്പോൾ വില കൂടിയ ഒരു വസ്തു ആയിരിക്കും. അയൽ വീട്ടിൽ ഏൽപ്പിക്കുക എന്ന് വെച്ചാൽ ഞാൻ പോയി വരുമ്പോഴേക്കും ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ഇതാണ് അമാനത്ത്. ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കാതെ ചതിക്കുന്ന, എന്നൊക്കെ പത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. തിരിച്ചു കൊടുക്കാതെ ചതിക്കുക. ആഭരണം, മുമ്പൊക്കെ സ്ത്രീകൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, തനിക്ക് ആഭരണം അല്ലെങ്കിൽ അയൽപക്കത്ത് നിന്ന് വായ്പ വാങ്ങിയിട്ട്, ഉള്ളവരിൽ നിന്ന് വായ്പ വാങ്ങിയിട്ട് കല്യാണത്തിനോ സൽക്കാരത്തിനോ വിരുന്നിന് പോകുമ്പോഴൊക്കെ ആഭരണം കെട്ടുക. ഇത് തിരിച്ചു കൊടുക്കണം, ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചേൽപ്പിക്കും. ഇങ്ങനെ തിരിച്ചേൽപ്പിക്കാതെ വഞ്ചന കാണിക്കുന്ന സ്വഭാവം ചില ഒറ്റപ്പെട്ട വ്യക്തികളിലുണ്ടാകും. ഇതൊക്കെ പറയുമ്പോൾ ഈ വായ്പ വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കല്യാണത്തിന് പോകാൻ പണ്ട് തുണി വായ്പ വാങ്ങിയ, കുപ്പായം വായ്പ വാങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു, വാച്ച് വായ്പ വാങ്ങിയ. ഇതൊന്നും പുതിയ തലമുറക്ക് അറിയില്ല. ആരുടെയെങ്കിലും അടുത്തൊരു നല്ല വാച്ചുണ്ടെങ്കിൽ, ആരെങ്കിലും നല്ലതല്ല വാച്ചുണ്ടെങ്കിൽ നല്ലതാവണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഒരു വസ്ത്രം ധരിക്കാനില്ലാത്തൊരു കാലം പലരിലുമുണ്ട്. ഇന്നൊക്കെ അത് പറഞ്ഞാൽ ആ തലമുറയിൽപ്പെട്ട ആളുകൾ ഇത് കേൾക്കുമ്പോൾ കരഞ്ഞു പോകും. ഒരു തുണി കടം വാങ്ങിയിട്ട്, കല്യാണത്തിന് ഉടുത്തു പോയത്, വിരുന്ന് പോയത്, ഒരു ഷർട്ട് വാങ്ങിയിട്ട് അതൊക്കെ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ചതിയാണ്. അങ്ങനെയൊക്കെ ചില ഇന്ന് ഷർട്ടും മുണ്ടും പാൻറ്റും വാച്ചും ഒന്നും വായ്പ വാങ്ങേണ്ട കാര്യമില്ല. ചിലപ്പോൾ അപൂർവം, ചിലപ്പോൾ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, റെൻറ്റിനെടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക, ഓടിക്കാൻ വാങ്ങിയിട്ട് ഓടിച്ചു നോക്കുക, ട്രയൽ റണ്ണിന് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഇന്ന് കേൾക്കാറില്ല. വാഹനം ട്രയൽ റണ്ണിന് വേണ്ടി കൊണ്ടുപോയിട്ട് കച്ചവടക്കാരെ ചതിച്ചു കൊണ്ട് പോയി വാടകയ്ക്ക് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇതൊക്കെ അമാനത്തുകളെ വഞ്ചിക്കലാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. ഒരുപാട് കാര്യങ്ങളുണ്ട് അമാനത്ത് എന്ന വാക്കിൽ. നമ്മൾ ഖുർആനിൽ ഇത് സംബന്ധമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സൂക്തങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കത് നാളെ നോക്കാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ക്ലാസ് അല്പം നീണ്ടുപോകുന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. എന്നിട്ട് ബാക്കി ഇത് സംബന്ധമായി ഖുർആനിൽ വന്നിരിക്കുന്ന വചനങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ സഹാബിമാരുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകളൊക്കെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം, നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രയോഗവൽക്കരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله.